2012 ഒക്ടോബർ മാസം 12-ാം തീയതിയായിരുന്നു എൻ്റെ സംഭവം ഉണ്ടായത്. അന്ന് രാത്രിയിൽ മധുബാബുവും ഒരു സംഘം പോലീസുകാരും രാത്രി ഒരു 12 മണിയോട് കൂടി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ വീടിന് കതകിന് തട്ടി അമ്മ കതക് തുറന്നു. അമ്മ കഥ തുറന്ന് പോലീസാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു സംഘം പോലീസ് നിൽക്കുന്നു, മധുബാബു അടക്കമുള്ള ഒരു സംഘം പോലീസ്. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ മർദ്ദിച്ചതിന് ശേഷം എന്നെ പോലീസ് വാഹനത്തിൽ കയറ്റി ഇട്ടിരുന്ന ഡ്രസ്സോട് തന്നെ പോലീസ് വാഹനത്തിൽ കയറ്റി നേരെ കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധി തണ്ണിത്തോട് സ്റ്റേഷനാണ്. പക്ഷേ എന്നെ തണ്ണിത്തോട് സ്റ്റേഷനല്ല കൊണ്ടുപോയത്, എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നെ സെല്ലിനുള്ളിലേക്ക് കയറ്റുകയും എൻ്റെ വസ്ത്രങ്ങളാകെ അഴിച്ചു മാറ്റി എൻ്റെ കാലിൻ്റെ വെള്ള നിരവധി തവണ ലാത്തികൾ കൊണ്ട് അടിച്ച് കാലിൻ്റെ വെള്ള പൊട്ടിച്ചു. ഇന്നും എൻ്റെ കാലിൽ അതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം എൻ്റെ കണ്ണിലും ശരീരമാസകളിലും പെപ്പർ സ്പ്രേ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഏറ്റിട്ടുള്ളവർക്കറിയാം, നല്ല നീറ്റലും പുകച്ചിലുമാണ്. അതിനുശേഷം എന്നെ കമഴ്ത്തി കിടത്തി ഷൂ വിട്ട് നിരവധി തവണ ചവിട്ടി എൻ്റെ മുഖം മുറിഞ്ഞു, എൻ്റെ ചെവി അടിച്ചു, ഡയഫ്രം പൊട്ടിച്ച് ചെവിക്കകത്തു നിന്ന് ചോര വന്നു. ഇതെല്ലാം അന്ന് ദൃക്സാക്ഷികൾ കണ്ടതാണ്. അപ്പോൾ അത് ഭീകരമായ മർദ്ദനമായിരുന്നു. ആ സമയത്ത് എൻ്റെ പേരിൽ കോന്നിയിൽ ഒരു കേസിൽ പോലും ഞാൻ പ്രതിയല്ല. ഇത് മനസ്സിലാക്കിയ അന്നത്തെ CI ആയിരുന്ന മധുബാബു എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ നേരെ പത്തനംതിട്ടയിൽ കൊണ്ടുവരികയും പത്തനംതിട്ടയിൽ ഞാൻ SFI ലീഡർ ആയതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും കേസിൽ പ്രതിയാണ് എന്നുള്ള സംശയത്തിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഒരു കേസിൽ പോലും പ്രതിയല്ലെന്ന് മനസ്സിലാക്കിയ പത്തനംതിട്ട DYSP ഒരു കാരണവശാലും എന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ നിർത്താൻ കഴിയില്ല, അടിയന്തരമായി എനിക്ക് മെഡിക്കൽ ചികിത്സയാണ് വേണ്ടതെന്ന് പറയുകയും അങ്ങനെ എന്നെ എനിക്ക് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തരാൻ DYSP പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്നെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമികമായ ചികിത്സ തരുന്നു. അവിടുന്ന് നേരെ കോന്നിയിലേക്ക് കൊണ്ടിരുന്നു. കോന്നിയിൽ കണ്ടാൻ അറിയാവുന്ന പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് ഏതാണ്ട് 14 ആണോ 16 ആണോ എന്ന് കൃത്യമായി ഓർക്കുന്നില്ല, അത്രയും കേസുകളിൽ പ്രതിയാക്കി എന്നെ ഏതാണ്ട് 3-3.5 മാസം നിരവധിയായ കേസുകളിൽ പ്രതിയാക്കി റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മുമ്പ് ഇത് ഞാൻ ഏതാണ്ട് 13 വർഷത്തിലധികമായി ഞാൻ ഇതിൻ്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് എൻ്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ഹരിശങ്കർ സാറ് എൻ്റെ പരാതിന്മേൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ പരാതിന്മേൽ ഹരിശങ്കർ സാറിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ഹരിശങ്കർ സാർ ഈ കേസ് അന്വേഷിക്കുകയും മധുബാബു ഇത് അകാരണമായിട്ടാണ് എന്നെ മർദ്ദിച്ചതെന്നും അത് പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും എൻ്റെ പേരിൽ ആ സമയത്ത് ഒരു കേസിൽ പോലും ഞാൻ പ്രതിയല്ലെന്നും ആയതിനാൽ മധുബാബുവിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വൈകിയാണ് എൻ്റെ കിട്ടിയത്. ഞാൻ അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് വളരെ അനുഭാവപൂർവ്വം ഉടനെ തന്നെ ഈ റിപ്പോർട്ട് പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ ഹൈക്കോടതിയിലേക്ക് എൻ്റെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതിൻ്റെ പേപ്പർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.